അച്ഛാ നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് ഇക്കുറി ആര് പിടിക്കും മൂവാറ്റുപുഴ? ഈ തവണ LDF പിടിക്കുന്ന തോന്നണേ. LDF പിടിക്കുമെന്നാണ് തോന്നുന്നത്. വലിയ കരുത്തരായ സ്ഥാനാർത്ഥിയല്ലേ. പുള്ളി പഴയ ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെയാ. മാത്യു കുഴൽനാടന് മാത്യക്കുളനാടൻ ഒറ്റയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ. അവരൊഴിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തില്ല. പിണറായി വിജയനെ ഇറക്കാൻ മാത്രമുള്ള പണിയെ പുള്ളിയോട് ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. അത് കാരണം ഇപ്പം ഇച്ചിരി പാടാന്ന ആൾക്കാർ പറയണേ. മൊത്തത്തിൽ പിണറായി ഭരണത്തിൽ എങ്ങനെയുണ്ട്? പിണറായി ഭരണത്തിന് 100 മാർക്ക്. 100 മാർക്കാണ്. മൊത്തത്തിൽ 100 മാർക്കാണ്. അപ്പോൾ UDF പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയെങ്കിൽ അവർക്ക് ഭാഗ്യം കൂട്ടിയാൽ മതി, വേറെ ഒന്നുമില്ല. ആയിക്കോട്ടെ. UDF പ്രതിപക്ഷത്ത് പോലും വരില്ല എന്നുള്ളതാണോ അപ്പോൾ പറഞ്ഞത്? അവർക്ക് കിട്ടാൻ സീറ്റില്ലല്ലോ. പക്ഷേ മൊത്തത്തിലൊരു ഭരണവിരുദ്ധ വികാരം ഇവിടെ നിലനിൽക്കുന്നില്ല. വന്നപ്പോഴത്തേനും ശബരിമല കൊള്ളയും കാര്യങ്ങളൊക്കെ ഭരണവിരുദ്ധമായിട്ട് തന്നെ സ്വർണ്ണക്കൊള്ള നടത്തിയതാരാ? ആരാ നടത്തിയേ? UDF ഭരണകാലത്താ സ്വർണ്ണക്കൊള്ള നടന്നത്. UDF ഭരണകാലത്ത് ആണെന്ന് പറയുന്നത് എങ്ങനെയാ ശരിയാവുന്നത്? അതിനെ ശരിയാവില്ലാത്ത തന്നെ. ഈ വാസവനും അദ്ദേഹം കടകംപള്ളിയൊക്കെ ഇരുന്നൊരു ടൈമിലാണ് ഇതിന്റെ കടകംപള്ളി ഇരിക്കണതിന് മുമ്പ് അത് നടന്നല്ലോ. അടൂർ പ്രകാശ് അല്ലാത്ത കോൺഗ്രസിന്റെ ഒരു നേതാവായിരുന്നല്ലോ അന്ന്, ഡയറക്ടർ ബോർഡ് മെമ്പറായിരുന്നേ. ഡയറക്ടർ ബോർഡ് മെമ്പറിന് അപ്പുറത്തേക്ക് പലതിനും സൈൻ ചെയ്ത് കൊടുത്തത് തന്ത്രി പറഞ്ഞാ പിന്നെ ആർക്ക് സൈൻ ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? തന്ത്രിക്ക് നമ്മളുടെ സ്വർണത്തിൽ അവകാശം ഇല്ലല്ലോ. തന്ത്രി ഇതെല്ലാം കൊണ്ടുപോയേക്കണേ, അല്ലാണ്ട് പിന്നെ ആരാ കൊണ്ടുപോയേക്കണേ? തന്ത്രിക്ക് സ്വർണത്തിൽ അവകാശം ഉണ്ടോ? തന്ത്രിക്ക് സ്വർണത്തിന് അവകാശം ഇല്ല. പക്ഷെ ഇതെല്ലാം കൊണ്ടുപോയത് തന്ത്രി പറഞ്ഞിട്ടാണല്ലോ. തന്ത്രിയാണ് ശബരിമലയുടെ മുഖ്യ സൂക്ഷിപ്പുകാരൻ. തന്ത്രി അറിയാതെ ശബരിമലയിൽ ഒന്നും നടക്കില്ല. ഞാനൊരു 50 കൊല്ലെങ്കിലും ശബരിമലയ്ക്ക് പോയിട്ടുള്ള ആളാ. ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവിടെ തന്ത്രി അകത്ത് പോയവരെല്ലാം CPM നേതാക്കളാ. തന്ത്രി പറഞ്ഞ അവിടെ കൃത്യ. തന്ത്രി ഒഴികെ അകത്ത് പോയ ജയിലിൽ പോയവരെല്ലാം CPM-കാരാ. അകത്ത് പോയ CPM നേതാവ് പറഞ്ഞല്ലോ, ആ രാജാവ് കൽപ്പിച്ചു തന്നാ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചില്ലേ? CPM നേതാവ് ഒരാളല്ല പോയത്. അകത്ത് പോയവരിൽ 3 പേരും CPM-കാര് തന്നെയാണ്. അതെ. വെറുതെ ഒരു കാര്യമില്ലാണ്ട് പിണറായി വിജയന്റെ തന്നെ തന്നെ തലക്ക് വെക്കാൻ പറ്റൂല. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് തലക്ക് വെക്കാനാണ് പിണറായി വിജയൻ എന്താ അറിയണേ? അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്, മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ കീഴിലാണ് ഇതെല്ലാം വരുന്നത്. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക പദവിയുള്ള ദേവസ്വം മന്ത്രി അറിയണമല്ലോ. ദേവസ്വം മന്ത്രി അറിയണമെന്ന് പറഞ്ഞാൽ ദേവസ്വം മന്ത്രി അറിയിച്ച് തന്ത്രി അവിടെ കൽപ്പിച്ച് നൽകിയ പിന്നെ ദേവസ്വം മന്ത്രി ഒന്നും അല്ല അവിടെ. അങ്ങനെ തന്ത്രിക്ക് അധികാരം കൊടുക്കാനാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ജനങ്ങൾ വോട്ട് ചെയ്ത് പരമ്പരാഗതമായിട്ട് തന്ത്രിയാണ് അവിടെ കൈകാര്യം ചെയ്തത്. തന്ത്രിക്കെല്ലാം നടക്കില്ല. തന്ത്രിക്ക് അങ്ങനെ വിട്ടുകൊടുക്കാനാണെങ്കിൽ നമ്മൾ ജനങ്ങൾ എന്തിനാ വോട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ടിട്ട് ഒരാളെ കൊണ്ടുപോകുന്നത്? തന്ത്രി അകത്ത് പോയത്. തന്ത്രി കോടിക്കണക്കിന് രൂപ ഓരോ പൊട്ടിയ സഹകരണ ബാങ്കിലൊക്കെ നിക്ഷേപിച്ചിട്ടെന്ന് പറഞ്ഞിട്ടില്ലേ? അത് എവിടുന്ന് തന്ത്രിക്ക് കിട്ടി? തന്ത്രിക്കൊപ്പം തന്നെ പോയവരും ഇതിന് ഉത്തരവാദിത്തം പറയേണ്ട ആൾക്കാരല്ലേ ചോദിക്കുന്നത്. തന്ത്രിയുടെ കയ്യിൽ കിട്ടിയിടത്തോളം കാശിന്റെ കണക്കൊന്നും അവരുടെ പേരിൽ പിടിച്ചിട്ടില്ലല്ലോ. എല്ലാവരുടെയും പേരിൽ വന്നിട്ടുണ്ട്. പേരിൽ പൈസ ഒന്നും പിടിച്ചിട്ടില്ലല്ലോ. ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് പൈസ പിടിക്കാണ്ട് അവരെ വെറുതെ കൊണ്ട് പിണറായിയുടെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന അല്ലെങ്കിൽ പിണറായി ആഭ്യന്തര വകുപ്പ് ഭരിക്കണമെന്ന് പറഞ്ഞാൽ കോടതിയല്ലേ അന്വേഷണം നടത്തണത്? പിണറായി ആയിട്ട് തന്നെ ബന്ധം. അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി. കാര്യമില്ല. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോടതി നിയോഗിച്ചു ചെയ്യാനുള്ള അവകാശം മുഖ്യമന്ത്രിക്ക് ഇല്ല. മുഖ്യമന്ത്രിക്ക് അങ്ങനെ അതിൽ ഇടപെടാൻ പറ്റില്ല. മുഖ്യമന്ത്രിക്കല്ല, ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് ഇടാൻ പറ്റില്ല. അതായത് സ്റ്റാറ്റ്യൂട്ടറി പവറായിട്ട് അവരെ സ്പെഷ്യൽ ടീമിനെ കോടതി നിശ്ചയിച്ചതാണല്ലോ. അവരെ അന്വേഷിക്കണം. അതിന്റെ അകത്ത് ആഭ്യന്തര വകുപ്പിന് ഇടപെടാനും വകുപ്പില്ല. അല്ല, അങ്ങനെ അകത്ത് കൊണ്ടുപോയ CPM നേതാക്കൾ നിരപരാധികളാണെങ്കിൽ ആഭ്യന്തരമന്ത്രിക്ക് അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഒരു നടപടി സ്വീകരിക്കാനുള്ള കഴിവില്ലാത്ത കോടതിയുടെ മേൽനോട്ടത്തിലാണെങ്കിലും നിരപരാധികൾ അകത്തിട്ട് കഴിഞ്ഞാൽ ആഭ്യന്തരമന്ത്രി അതിൽ നടപടി എടുക്കേണ്ടത്. അത് അങ്ങനെ എഴുതാൻ പറ്റില്ല. ആഭ്യന്തരമന്ത്രിക്ക് നടപടി എടുക്കേണ്ടത് കോടതിയാണ്. പിന്നെ ആഭ്യന്തരമന്ത്രിയുടെ പവർ എന്താണ്? ആഭ്യന്തരമന്ത്രിക്ക് അങ്ങനെ ഒരു പവർ ഇല്ല. ഒരാളെ പിടിച്ച് ജയിലിടാനോ അയാളെ ശിക്ഷിക്കാനോ അയാളുടെ വിധി പറയാനൊന്നും ആഭ്യന്തരമന്ത്രി അതൊന്നും വേണ്ട. പക്ഷെ നിയമവിരുദ്ധമായിട്ട് ഒരാളെ അകത്ത് എന്തോരം പേരെ അകത്തിരുന്നു. ശബരിമല കൊള്ള മൊത്തത്തിൽ നമ്മള് തന്ത്രിയുടെ തലയിൽ വെക്കുമ്പോൾ അകത്ത് പോയവരിൽ 3 പേരും ഡൽഹി മുഖ്യമന്ത്രിനെ വരെ പിടിച്ച് അകത്തിട്ടെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അത് നിയമവിരുദ്ധമായിട്ട് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അത് കോടതി തീരുമാനിക്കേണ്ട നിയമവിരുദ്ധമാണോ അല്ലെന്ന്. അല്ലാണ്ട് അവിടെ തന്ത്രി ഒറ്റയ്ക്ക് വിചാരിച്ച ഇത്രയും വലിയൊരു കൊള്ള തന്ത്രി ഒപ്പിട്ട് കൊടുത്താൽ എല്ലാ കാര്യവും അവിടെ നടക്കും. തന്ത്രിക്ക് അതിനകത്തേക്ക് തന്ത്രി ശരിക്കും ഒരു ഇത് മാത്രമാണ്. തന്ത്രി ശബരിമല അമ്പലത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തന്ത്രി മാത്രമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ 3 പേര് അകത്ത് പോയത് തന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. 3 പേര് അകത്ത് പോയത് എന്തിനായിരുന്നു? തന്ത്രി പറഞ്ഞ കാരണം 3 പേര് അകത്ത് പോയവരും CPM-കാരല്ലേ? അല്ല,
CPM-കാരാണോ കോൺഗ്രസ്സുകാരാണോന്നല്ല. അജയ് തറയിൽ എന്ത് ചെയ്തു? അജയ് തറയിൽ അവന് ഏറ്റവും വലിയ കൊള്ളക്കാരൻ അജയ് തറയിലാണ്. അവനാണ് ആ സാധനം മുഴുവൻ എടുത്ത് തന്ത്രിക്ക് കൊടുത്തു വിട്ടത്, അല്ലാത്ത തന്ത്രിക്ക് കൊടുത്തു വിട്ടത് അവനാണോ? അതേക്കുറിച്ച് നിങ്ങൾക്ക് പറയാനില്ലല്ലോ. നമ്മുടെ മന്ത്രിയുടെ സൈൻ ഉണ്ടായിരുന്നു അതിനകത്ത്. നമ്മുടെ തന്ത്രിയുടെ സൈൻ ഉണ്ടായിരുന്നു. മന്ത്രി വെറുതെ ഒരാൾ മന്ത്രി ആരാ? അന്ന് മന്ത്രി ആരായിരുന്നു? അന്നത്തെ മന്ത്രിയും ഇന്നത്തെ മന്ത്രിയും ഒക്കെ ഇതിൽ ഉൾക്കൊള്ളുന്നില്ലേ? ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ പിന്നെ അവരൊക്കെ വെറുതെ ഒരു പേപ്പർ കണ്ട ഉടനെ സൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരാളെ നമുക്ക് മന്ത്രിയായിട്ട് വെക്കാൻ ഏറ്റവും വലിയ പറ്റുമോ? കൊള്ളക്കാരൻ അജയ് തറയിലാണോ? ഓരോരുത്തരും അതില് പാർട്ടാണല്ലോ. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇത്രയും വലിയ പിണറായി വിജയന്റെ മേലെ മാത്രം ചാരാൻ പറ്റില്ല. പിണറായി വിജയൻ ഒരാൾ ഇത്രയും പേരുടെ ഗൃഹനാഥനായിട്ട് പോലെ നമ്മുടെ മൊത്തത്തിൽ ഒരു വകുപ്പിന്റെ പവർ മേധാവിക്ക്, ഇല്ലാന്നേ ആഭ്യന്തരമന്ത്രിക്ക്. അതായത് മുഖ്യമന്ത്രിക്ക് ഒരു പവറും ഇല്ലാത്ത മനുഷ്യനാണെന്നാണ് പറയുന്നത്. അങ്ങനെ കാര്യത്തിൽ കോടതിയുടെ കാര്യത്തിൽ ഒരു മന്ത്രിക്ക് പവറില്ല. അത് നിങ്ങൾ പറയരുത്. ഞങ്ങൾ വെറും പൊട്ടന്മാരാന്ന് ഓർക്കരുത്. കോടതി ഒരു കേസ് അന്വേഷിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം കോടതിക്കാണ്. അതിനെ പ്രതിയെ ശിക്ഷിക്കണോ വെറുതെ വിടണോ നടപടി എടുക്കണോ എന്നുള്ളതൊക്കെ കോടതി തീരുമാനിക്കും. കോടതി ഒരാളെ ശിക്ഷിക്കണം എന്നുണ്ടെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പൊ കൃത്യമായിട്ടും തെളിവുകൾ ഉള്ളത് കൊണ്ടാണല്ലോ ഈ ബാക്കിയുള്ളവരെയും പിടിച്ചു ചേർത്തിട്ടത്. കോടതി ശിക്ഷിച്ചിട്ടില്ലല്ലോ. തന്ത്രിയെ ശിക്ഷിച്ചിട്ടില്ലല്ലോ. കോടതി ശിക്ഷിക്കുന്ന തന്ത്രിയെ ശിക്ഷിച്ചിട്ടില്ലല്ലോ. തന്ത്രി ശിക്ഷിച്ചിട്ടില്ല. അപ്പൊ എല്ലാരും ശരിയല്ലേ? അപ്പൊ തന്ത്രി മാത്രം എടുക്കും, മറ്റേ CPM നേതാക്കളൊക്കെ പൊട്ടന്മാരെന്ന് പറയാൻ പറ്റില്ല. തന്ത്രി മാത്രമായിട്ടൊരു കൊള്ള ചെയ്തെങ്കിൽ CPM നേതാക്കളെയും നമ്മൾ സപ്പോർട്ട് ചെയ്യണ ശരിയല്ലോ. ആരെ ഇപ്പൊ എല്ലാരെയും നമ്മൾ ബ്ലെയിം ചെയ്യണ്ടേ? ഇപ്പോൾ ആരെ അതിന്റെ അകത്ത് കുറ്റക്കാരാന്ന് പറയാൻ പറ്റില്ല. കുറ്റപത്രം സമർപ്പിച്ച് കോടതി അന്വേഷിച്ച് വിധിച്ച ശേഷം അതിന്റെ അകത്ത് പറ്റുള്ളൂ. നമ്മളിപ്പോ തന്ത്രി മാത്രാണെന്ന് പറയുന്നതിലും അർത്ഥമില്ലല്ലോ. അപ്പൊ ഈ CPM-കാരാന്ന് പറയുന്നത് അർത്ഥമില്ലല്ലോ. തന്ത്രി മാത്രാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. CPM-കാരാന്ന് പറയുന്നത് പോയോ? എല്ലാവരും ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇത്രയും വലിയൊരു കൊള്ള ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ CPM-ന്റെ മേലെ മാത്രം ചാരരുത്. ഇതെല്ലാവർക്കും അതിന്റെ അകത്ത് പങ്കുണ്ട്. ആയിക്കോട്ടെ, ശരി.